രാജ്യം അതീവ ജാഗ്രതയിലാണ്. എന്തും സംഭവിക്കാം. സൈന്യമിറങ്ങുന്നു, സാധാരണക്കാർ സൈന്യത്തിലേക്ക് ഒഴുകുന്നു, സാധാരണക്കാർക്ക് പരിശീലനം നൽകുന്നു, സാധാരണക്കാർ പരിശീലന ക്യാമ്പുകളിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വ്യവസായികൾ, സ്ത്രീകൾ അടക്കമുള്ളവർ സൈനിക പരിശീലനങ്ങൾക്കും സൈനിക ക്യാമ്പുകളിലും പങ്കെടുക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പറഞ്ഞു വരുന്നത് പോളണ്ടിനെ കുറിച്ചാണ്. പോളണ്ടിൽ മലയാളികളായ ഒരുപാട് പേർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവിടെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ കുറച്ച് ജാഗ്രത പുലർത്തണം എന്നാണ് പറയാനുള്ളത്. അവർ മാത്രമല്ല, പോളണ്ടിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് എങ്ങനെയും പോളണ്ടിനെ തിരിച്ചു പിടിക്കുക. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്ന് തകർന്നപ്പോൾ സ്വതന്ത്രമായ രാജ്യങ്ങളെ വീണ്ടും തങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന റഷ്യയുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ റഷ്യ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, പുടിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിന്ന് പിന്മാറാത്ത, കൃത്യമായി ഏകദേശം നരേന്ദ്രമോദിയുടെ അതേ നിലപാടുകൾ പോലെ തന്നെയാണ് നമുക്ക് പലപ്പോഴും പുടിന്റെ നിലപാടുകളോട് തോന്നുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കാൻ നരേന്ദ്രമോദി ഒരിക്കലും ശ്രമിക്കാറില്ല. ഇന്ത്യയിൽ തന്നെ കലാപമുണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ഭയവും കൂടാതെ കയറി ചെല്ലാനും അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ ഒരിക്കലും കലാപകാരികളാകരുത്, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം എന്ന് പറയുന്നവരാണ് നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാരെയും എടുത്താൽ അങ്ങനെയല്ല. അവർക്ക് യുദ്ധം ഒരു ഹരമാണ്. യുദ്ധം ചെയ്ത് അതിർത്തിയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് ആക്കുക, ആ രാജ്യത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക, അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും തകർക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പോ റഷ്യയെ സംബന്ധിച്ചും അത് തന്നെ അല്ല, പോളണ്ടിനെ സംബന്ധിച്ചും റഷ്യ അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് യുദ്ധത്തിന്റെ 3-ാം വർഷത്തിലേക്കാണ് റഷ്യ ഉക്രൈൻ കടക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 3-ാമത്തെ വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് പോളണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ പോളണ്ട് വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ്. പോളണ്ട് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം, അതുകൊണ്ട് എല്ലാവരും രാജ്യസ്നേഹം കാണിക്കേണ്ട സമയമാണിത്. ആ സ്നേഹം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകണം. നമുക്ക് ഒന്നിച്ചു നിന്ന് നമ്മൾ പൊരുതിയാൽ മാത്രമേ റഷ്യയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കൂ, അല്ലെങ്കിൽ റഷ്യയുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്നാണ് പോളണ്ട് പറയുന്നത്. അപ്പോ പ്രതിരോധം എന്നതിനപ്പുറം മറ്റു രാജ്യങ്ങൾക്കുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് പോളണ്ട് ഇതുവഴി നൽകുന്നത്. അതായത് ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചത് നാളെ നിങ്ങൾക്കും സംഭവിക്കാം. ഇത് ഒരു പ്രതിരോധം, ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു പ്രതിരോധമാണ്. ആ പ്രതിരോധം നാളെ നിങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് സൈനികർക്ക് മാത്രമല്ല അവിടുത്തെ സിവിലിയൻസിനും കൂടി പരിശീലനം നൽകുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. കാരണം പോളണ്ടിന്റെ അന്തരീക്ഷം കലുഷിതമാണ്. പോളണ്ട് സമാധാനത്തോടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ അല്ല ഇപ്പോൾ കടന്നു പോകുന്നത്. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. റഷ്യൻ ആർമി ചിലപ്പോൾ അവിടെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രതയിലാണ് രാജ്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല പോളണ്ട് ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോളണ്ടിന്റെ ഊർജ നിലയങ്ങൾ, നഗരങ്ങൾ മുഴുവൻ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ റഷ്യ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഉക്രൈന്റെ അതിർത്തി പോളണ്ട് പങ്കിടുന്നത് കൊണ്ട്. അതുകൊണ്ട് ആ ഡ്രോൺ ആക്രമണങ്ങൾ ഒരു പരിധിവരെ തടയാനാണ് സിവിലിയൻസിനോട് കൂടി നിങ്ങൾ സൈന്യത്തിലേക്ക് ഇറങ്ങണം, പരിശീലനം നേടണം, ഇതിനെയൊക്കെ തടയാൻ നിങ്ങളുടെ കൂടി സഹായമുണ്ടെങ്കിലേ മതിയാകൂ എന്നൊരു രാജ്യം അവിടുത്തെ സിവിലിയൻസിനോട് പറയുന്നത്. ഇപ്പോ ഇസ്രായേലൊക്കെ എടുത്താൽ നമുക്കറിയാം, അവിടെ നിർബന്ധിതമാണ് സൈനിക സേവനം എന്ന് പറയുന്നത്. ഇത്ര പ്രായം വരെ അവിടെ സൈനിക സേവനം ചെയ്തേ പറ്റൂ, കാരണം അവരുടെയും നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പോളണ്ട് പറയുന്നത്, നമ്മുടെ സൈന്യത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇത് പരിശീലനം നേടി വയ്ക്കുക. ഇത് പ്രതിരോധം എന്നതിനപ്പുറം മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് പോളണ്ടുമായി അതിർത്തി പങ്കിടുന്ന മറ്റു രാജ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു സന്ദേശമായാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്നാണ് പോളണ്ട് പറയുന്നത്. മാത്രമല്ല ഇതിനു പുറമെ റഷ്യയുടെ അടുത്ത ലക്ഷ്യം ബാൾട്ടിക് രാജ്യങ്ങളാണ്. ഈ ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബാൾട്ടിക് കടലിടുക്കിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതായത് എക്സ്റ്റോൺ, ലാത്വിയ, ലിത്വാനിയ. ഈ
ലാത്വിയ ലിത്വാനിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് മലയാളികൾ പോകാനായി ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം വിദ്യാഭ്യാസത്തിന് ചിലവ് കുറവാണ്, ലിവിങ് കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് ഒരുപാട് പേർ അവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ, ഈ ബാൾട്ടിക് കടലിനടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ബാൾട്ടിക് രാജ്യങ്ങൾ, എസ്റ്റോൺ, ലാത്വിയ, ലിത്വാനിയ രാജ്യങ്ങൾ കൂടി റഷ്യ ഇപ്പോൾ കണ്ണുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോവിയറ്റ് യൂണിയൻ 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഇവരൊക്കെ സ്വതന്ത്രമായി. അപ്പൊ ഇവരൊക്കെ ഓരോ രാജ്യങ്ങളായി അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണ്. പക്ഷേ അവരെ ഒക്കെ ചേർത്ത് തങ്ങളിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ യൂറോപ്പ് മുഴുവൻ ശാന്തമല്ല, യൂറോപ്പ് മുഴുവൻ അശാന്തിയുടെ ഒരു നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 2024 ഈ പോളണ്ട് 2024 രാജ്യത്തിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ GDP 4% പ്രതിരോധ മേഖലയിലേക്കാണ് നീക്കിവെച്ചത്. കാരണം അവർക്കറിയാം എപ്പോഴായാലും യുക്രൈന്റെ അതിർത്തിയിൽ കിടക്കുന്ന പോളണ്ടിനെ എങ്ങനെയായാലും റഷ്യ ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതിരോധ മേഖലയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് അവർ അവരുടെ 2024 ബജറ്റിൽ തന്നെ GDPയുടെ 4% അവർ പ്രതിരോധ മേഖലയ്ക്കായി മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നെ മറ്റൊന്ന്, നാറ്റോയിലെ ഏറ്റവും സജീവമായ അംഗമാണ് പോളണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോളണ്ട് മാത്രമല്ല, ഈ ബാൾട്ടിക് രാജ്യങ്ങൾ അടക്കം നാറ്റോയോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പിന്നെ ഇറങ്ങിയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി സംസാരിക്കണം. ഞങ്ങളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉപദ്രവിച്ച് ഞങ്ങളുടെ ജനങ്ങളുടെ ദുരിത ജീവിതം ഇല്ലാതാക്കാൻ റഷ്യ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങി, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നാറ്റോയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി കൂടിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. അപ്പോ ആ പോളണ്ട് കൂടി ഇപ്പോൾ സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ, അല്ലെങ്കിൽ റഷ്യയുടെ ആക്രമണ ഭീഷണി നേരിടുമ്പോൾ തീർച്ചയായിട്ടും അവർ കൃത്യമായി നാറ്റോയോട് അവരുടെ നിലപാടുകൾ അറിയിക്കുകയാണ്. ഇപ്പൊ നാറ്റോ സഖ്യം ഉക്രൈനോടൊപ്പം നിന്ന് ഏകദേശം 10,000 സൈനികരെയാണ് പിന്നെ ഉക്രൈന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. സൈനികർ അവിടെ എത്തിയാൽ പിന്നീട് അവർ ജീവനോടെ തിരിച്ചു പോകില്ല എന്നുള്ളതാണ് റഷ്യയുടെ ഭീഷണി. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യ കച്ച കെട്ടി നിൽക്കുകയാണ്. അതായത് തങ്ങളുടെ ഇപ്പൊ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ട് പിന്നെ അവർക്ക് പണത്തിന് വേറെ പിന്നെ പ്രശ്നങ്ങളില്ല. മറ്റു രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയാലും ഇന്ത്യ എണ്ണ വാങ്ങുന്നതോടുകൂടി അവർക്ക് പണം വരുന്നുണ്ട്. ഇന്ത്യ വാങ്ങുന്നത് കണ്ട് മറ്റു രാജ്യങ്ങൾ അവരിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, അവരുടെ കറൻസി കൊടുത്ത്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് പണത്തിന് പ്രശ്നമില്ല, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടില്ല റഷ്യക്ക്. അപ്പൊ സ്വാഭാവികമായും ആയുധങ്ങൾ വാങ്ങി ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ റഷ്യക്ക് ഒരു മടിയുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് റഷ്യ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോ സൈബർ സുരക്ഷ, അടിയന്തര വൈദ്യസഹായം, സിവിൽ പിന്നെ ഡിഫൻസ് ക്യാമ്പ്, അങ്ങനെ പരിശീലന പരിപാടികളിലൂടെയാണ് ഇപ്പോൾ പോളണ്ട് മുന്നോട്ട് പോകുന്നത്. റഷ്യ ആക്രമിച്ചാൽ നമ്മൾ രാജ്യത്തെ സംരക്ഷിക്കണം എന്ന ദേശസ്നേഹം ഓരോ പോളണ്ടുകാരനും വളർത്തുകയാണ് റഷ്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല റഷ്യയുടെ കാലിനിൻഗ്രാഡ് എൻക്ലേവ് ഇവയ്ക്കടുത്താണ് ഈ ബാൾട്ടിക് രാജ്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ബാൾട്ടിക് രാജ്യങ്ങളെ കൂടി ആക്രമിച്ച് തങ്ങളുടെ വരുതിയിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം റഷ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും പോളണ്ട് അടക്കമുള്ള ബാൾട്ടിക് അടക്കമുള്ള രാജ്യങ്ങൾ അതീവ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് റഷ്യയിൽ നിന്ന്. അങ്ങോട്ടേക്ക് പോകുന്ന മലയാളികൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർ ശ്രദ്ധിക്കുക. അവിടുത്തെ ജനങ്ങളും വലിയ രീതിയിൽ ആശങ്കയിലാണ്. നാറ്റോ ഇടപെടും എന്നുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. റഷ്യയുടെ ഈ ഏകാധിപത്യം അത് അവസാനിപ്പിക്കാൻ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്നത്.